നമസ്കാരം. ചുവപ്പ് കോട്ടകൾ തകർത്ത് UDF അധികാരത്തിലേറുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് അത്യന്തം നാടകീയമായ മന്ത്രിസഭാ രൂപീകരണത്തിലേക്കാണ്. CPM-ന്റെ അടിത്തറയിളക്കി വിമതരായി മത്സരിച്ച് കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു കയറിയ G. സുധാകരൻ, V. കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യം മന്ത്രിസഭാ ചർച്ചകളെ ചൂടുപിടിപ്പിക്കുന്നു. ഇവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി CPM-നെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കണോ എന്ന ഗൗരവതരമായ ആലോചന UDF കേന്ദ്രങ്ങളിലുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ച G. സുധാകരനും പയ്യന്നൂരിലെ വിപ്ലവ വിജയം നേടിയ V. കുഞ്ഞികൃഷ്ണനും മന്ത്രിമാരാകുന്നത് ഇടതുകോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഇതിനൊപ്പം വടകരയുടെ കരുത്തായ KK രമയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നതും നിർണായകമാണ്. RMPI മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നതും വലിയ ചർച്ചയാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് CPM-ന് വലിയ തിരിച്ചടിയാകും. മാത്രമല്ല, UDF വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച CP ജോണിനും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയേറെയാണ്. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രി എന്ന ആവശ്യം ഇത്തവണയും ചർച്ചകളിൽ സജീവമാകാം. 4 മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പാണെങ്കിലും UDF-ന്റെ വലിയ വിജയത്തിൽ തങ്ങൾ വഹിച്ച പങ്ക് ചൂണ്ടിക്കാട്ടി 5ാം മന്ത്രിക്കായി ലീഗ് സമ്മർദ്ദം ചെലുത്തിയേക്കാം. PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ലീഗ് നിരയിൽ നിന്നും 4 പേർ പാണക്കാട് തീരുമാനപ്രകാരം എത്തും. എന്നാൽ ലീഗിന്റെ അധികാരം ഈ കോൺഗ്രസിലെ സാമുദായിക സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ടി വരും. മോൻസ് ജോസഫിനൊപ്പം അപ്പു ജോൺ ജോസഫിന്റെ പേരും മുൻഗണനാ പട്ടികയിലുണ്ട്. പാല പിടിച്ചടക്കിയ മാണി സി കാപ്പനും ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നതും ഉയർന്ന ചോദ്യമാണ്. RSPയിൽ നിന്നും ഷിബു ബേബി ജോണും അനൂപ് ജേക്കബും മന്ത്രിമാരാകുന്നതോടെ ഘടകകക്ഷികളുടെ പ്രാതിനിധ്യം ശക്തമാകും. കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം മന്ത്രിസഭാ രൂപീകരണത്തെയും ബാധിക്കുന്നുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ക്യാമ്പുകൾ തങ്ങളുടെ വിശ്വസ്തരെ മന്ത്രിസഭയിൽ എത്തിക്കാൻ അണിയറയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. AICC നിരീക്ഷകർ എത്തിയ ശേഷമേ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. സമുദായ സമവാക്യങ്ങളും പ്രാദേശിക പരിഗണനകളും ഇതിൽ നിർണായകമാകും. മുഖ്യമന്ത്രി ആര് എന്നതും നിർണായകമാണ്. K. മുരളീധരൻ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നത് അണികളുടെ വലിയ ആവശ്യമാണ്. മുതിർന്ന നേതാവായ അദ്ദേഹത്തിന് സുപ്രധാന വകുപ്പുകൾ നൽകണമെന്ന വാദവും ഉയരുന്നുണ്ട്. പുതുപ്പള്ളിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഉമ്മൻചാണ്ടി എന്ന വികാരം സജീവമായി നിലനിർത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. യുവാക്കൾക്കും സ്ത്രീകൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയാകും കോൺഗ്രസ് പട്ടിക തയ്യാറാക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിയാക്കുമോ എന്ന ചോദ്യവും സജീവമാണ്. മന്ത്രിമാരുടെ എണ്ണത്തിൽ കോൺഗ്രസ് 10, ഘടകകക്ഷികൾ 10 എന്ന 50:50 ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയേറെ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണത്തിൽ ബാലൻസ് നിലനിർത്തുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ കോൺഗ്രസ് നേതാക്കളും മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കും. CPM-നെ തകർക്കാൻ സഹായിച്ച വിമതരെ മന്ത്രിമാരാക്കുന്നത് CPM-നെ കൂടുതൽ തകർക്കുന്നതിന് വേഗത കൂട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. എന്നാൽ ഇത് കോൺഗ്രസിനുള്ളിലെ സീറ്റ് മോഹികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമോ എന്നും ഹൈക്കമാൻഡ് പരിശോധിക്കും. G. സുധാകരനെ പോലൊരു ഭരണാധികാരിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ഭരണമികവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ചുരുക്കത്തിൽ UDF അധികാരത്തിൽ വന്നു, ഇനി മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു.